ആധുനിക കാലത്ത് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരില്ലാത്ത വീട് തന്നെ ഇല്ലെന്ന് പറയണം അല്ലേ. പൊതുവെ നമ്മൾ കൊളസ്ട്രോൾ കൂടുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര നിയന്ത്രണം, എക്സർസൈസ് രണ്ടും ചെയ്ത് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നു. പിന്നെ കൊളസ്ട്രോളിനുള്ള ഗുളികയാണ് കഴിക്കുന്നത് അല്ലേ. എന്നാൽ ഇന്ന് ആധുനിക കാലത്ത് നമുക്ക് കൊളസ്ട്രോൾ ഇഞ്ചക്ഷൻ ലഭ്യമാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കൊളസ്ട്രോളിന് പുതിയതായിട്ട് 2-3 തരം ഇഞ്ചക്ഷനുകൾ ലഭ്യമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും എടുക്കാനുള്ളതല്ല. ഗുളികയ്ക്ക് പകരമായിട്ട് കൊളസ്ട്രോളിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കൊളസ്ട്രോളിന് ശരീരത്തിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജനിതകമായ തകരാറുകളാണ്. അപ്പോൾ ഈ ജനിതകമായ തകരാറ് കൂടുതലായിട്ട് വന്നിട്ട് കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ആളുകൾക്കാണ് ഗുളിക മാറ്റിയിട്ട് അല്ലെങ്കിൽ ഗുളികയോടൊപ്പം ഇഞ്ചക്ഷനോടെ എടുക്കുന്നത്. വളരെ ചുരുക്കമായിട്ട് ചില ആളുകളിലൊക്കെ കൊളസ്ട്രോളിന് ഗുളിക ശരീരത്തിന് പിടിക്കില്ല. ആ ഒരു അവസരത്തിൽ അവർക്ക് ഇഞ്ചക്ഷൻ മാത്രമായിട്ട് എടുക്കാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും PCSK ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന അലിറോക്യുമാവ് ആൻഡ് ഇവലോക്യുമാവ് എന്ന് പറയുന്ന 2 മരുന്ന്, ഇംഗ്ലീസറ എന്ന് പറയുന്ന വേറൊരു മരുന്നുമാണ് ഇന്നിപ്പോൾ പൊതുവെ ലഭ്യമായിട്ടുള്ളത്. ഇത് മാസങ്ങൾ ഇടവിട്ട് എടുക്കുന്നതാണ്. വളരെ സുരക്ഷിതമായ മരുന്നുകളൊക്കെ തന്നെയാണ്. പൊതുവെ എല്ലാ ഗുളികൾ കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലിവറിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും പീരിയോഡിക്കലി നമ്മൾ കൊളസ്ട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ലിവറിന് തകരാറ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഗുളികയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗ്യാസിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതുകൂടാതെ പല ആളുകൾക്കും അറിയാത്ത ഒരു സൈഡ് എഫക്റ്റ് ആണ് കൊളസ്ട്രോളിന്റെ ഗുളികയുടെ നമ്മുടെ മസിലിന് വേദന, മസിൽ കോച്ചലൊക്കെ, മസിൽ ഉരുണ്ട് കയറുകയൊക്കെ ചെയ്യും കാലിലും കയ്യിലും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആൾക്ക് മസിലിന് ക്ഷീണം വരുന്ന മയോപ്പതി എന്ന് പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ വേറൊരു മരുന്നിലേക്ക് മാറുകയോ മരുന്നിന്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ആകെ ഉദ്ദേശിച്ചത് കൊളസ്ട്രോളിന് പൊതുവെ ഗുളിക കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് അറിയില്ല പലർക്കും. അതൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ മാധുജി കണ്ടത്തിൽ, ഹരിപ്പാട്.